വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. ഇന്ന് നമുക്ക് ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയാലോ? പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചാറ്റ് ബോട്ട് അല്ലേ? നമ്മൾ ടെലഗ്രാം ഒക്കെ എടുക്കുകയാണെങ്കിൽ ടെലഗ്രാം ബോട്ട്സ് ഉണ്ട്, നമുക്ക് ഉടനടി റിപ്ലൈ തരുന്നത് അല്ലേ? ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിനോട് നമ്മളൊരു ഹായ് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ട് ഉടനെ റെസ്പോണ്ട് ചെയ്യും ഹലോ. അതുപോലെ തന്നെ ഹൗ ആർ യു, ഫൈൻ താങ്ക് യു. ഇനി അതുപോലെ ഗുഡ് മോർണിംഗ്, സോറി ഹി ഡിഡ്ന്റ് നോ ദ ആൻസർ, സോ ക്യാൻ യു ടീച്ച് മീ എന്നാണ് ചോദിച്ചത്. ഗുഡ് മോർണിംഗ് അയക്കുമ്പോൾ താങ്ക് യു. അപ്പൊ അവരത് റെസ്പോൺസ് ലേൺ ചെയ്ത് വെച്ചു. ഇതെങ്ങനെയാണ് നടക്കുന്നത്? അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഡാറ്റാബേസിൽ JSON-ൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ്റെ മാച്ച് ആയിട്ടുള്ള റിസൾട്ട് ആ JSON-ന്ന് നമുക്ക് റിട്രീവ് ചെയ്ത് തരുന്നതാണ് ഈ ചാറ്റ് ബോട്ടിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു JSON, അതായത് ഒരു ഡാറ്റാബേസിൻ്റെ കൺസെപ്റ്റ് വരുന്ന ഒരു JSON വേണം. അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാമിൽ എന്ത് വേണം, നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യന് മാച്ചായ റിസൾട്ട് എങ്ങനെയാണ് റിട്രീവ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഇപ്പം നമ്മൾ JSON-ൽ കൊടുക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യന് നമ്മൾ കൊടുക്കുന്ന ആൻസർ ആയിരിക്കണം ഡാറ്റയായിട്ട് അതിൽ സേവ് ചെയ്യേണ്ടത്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. സോ ഇത് ഓൾറെഡി ചെയ്തതാണ്, നമുക്കിത് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ പ്രൊജക്റ്റ് എടുത്തു, ബോട്ട് എന്ന് ഞാൻ പ്രൊജക്റ്റിന് പേര് കൊടുത്തു. ഓക്കെ, നമുക്കൊരു ന്യൂ വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു JSON-ൽ ഒരു JSON ക്രിയേറ്റ് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് JSON വേണം. സോ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. പേര് ഞാൻ knowledge base.json. ഓക്കെ, നമ്മളിപ്പോൾ അതിലേക്കൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ ഓൾറെഡി റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. മെയിനിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, ഇമ്പോർട്ട് JSON. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് JSON എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ട്. ആ ഡാറ്റാബേസിലുള്ള ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം ലോഡ് ചെയ്യണം. സോ അതിനുള്ള ഫംഗ്ഷനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലോഡ് നോളജ്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ്, ഇപ്പം നമ്മൾ ഓൾറെഡി ഇല്ലാത്ത ഡാറ്റാബേസ് നമ്മൾ ലോഡ് ചെയ്തു. ഇനി നമുക്ക് ഓൾറെഡി ഇല്ലാത്തതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ സേവ് ചെയ്യണം. അതായത് നമ്മൾ ആൻസർ ഇപ്പം ക്യാൻ യു ടീച്ച് മീ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കില്ലേ, ആ ഒരു റെസ്പോൺസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. സോ ഡിഫ് സേവ് നോളജ് ബേസ്. നെക്സ്റ്റ് നമ്മൾ ബെസ്റ്റ് മാച്ചിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് എഴുതാൻ പോകുന്നത്. സോ ഡിഫ് ഫൈൻഡ് ബെസ്റ്റ് മാച്ച്. നമ്മളിവിടെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കട്ട് ഓഫ് 0.6 കൊടുത്തിട്ടുണ്ട്. അതായത് മാച്ച് ഒരു 60% മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് കൊടുക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആൻസർ ഗെറ്റ് ചെയ്യാനുള്ളതാണ്.
ഇനി നമുക്ക് ചാറ്റ് ബോട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. വ്യൂ എന്ന് വന്നിട്ടുണ്ട്. ദെൻ ഞാൻ ഹലോ എന്ന് കൊടുക്കാം. ദെൻ ബോട്ടിനൊന്നും അറിയില്ല, കാരണം നമ്മൾ ഡാറ്റാബേസിൽ ഒന്നും കൊടുത്തിട്ടില്ല. സോ നമുക്ക് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഹലോ ചോദിക്കുമ്പോൾ ഹായ്. ഇനി നമുക്ക് വീണ്ടും ഈ ഹലോ ഒന്ന് കൊടുത്തു നോക്കാം. ഹലോ, ഹായ് വന്നു. ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. വീണ്ടും നമുക്ക് ഹലോ ചോദിക്കാം. ഹലോ, ഹായ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് കൊടുത്തതാണെങ്കിൽ ഡാറ്റാബേസിൽ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഈ നോളജ് ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹലോ കൊടുത്തതിൻ്റെ ഹായ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മറ്റെന്തെങ്കിലും കൂടെ കൊടുത്തു നോക്കാം. ഹൗ ആർ യു? അതിന് ആൻസർ ഇല്ല. ഫൈൻ, താങ്ക് യു. നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചോദിച്ചു നോക്കാം. ഹൗ ആർ യു? താങ്ക് യു. നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ഒരു 60% മാച്ച് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ട് ചെയ്യാനുള്ള റിസൾട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഹൗ ആർ യു ബോട്ട് എന്ന് കൊടുത്താൽ കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു റെസ്പോൺസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ കണ്ട് ശീലമുള്ള ഈ ഒരു ചാറ്റ് ബോട്ട് ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. സോ ഇതുപോലത്തെ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് CC സൈബർ ക്യാമ്പസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ഇതുപോലത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കാണുക, അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇനി നിങ്ങളെല്ലാവരും ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു ഓൾ.